നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. TP കേസിലെ മാസ്റ്റർ ബ്രെയിൻ മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതിന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് കോഴിക്കോട് കോർപ്പറേഷൻ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കൃഷിയിലും പുരാവസ്തു ശേഖരത്തിലും തിളങ്ങി കിഴക്കോത്ത് പഞ്ചായത്തിലെ മാളിയേക്കൽ മുഹമ്മദ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. TP കേസിലെ മാസ്റ്റർ ബ്രെയിൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കൊലപാതക ഗൂഢാലോചനയിൽ ജില്ലാ സെക്രട്ടറി P മോഹനന് നേരിട്ട് പങ്കുണ്ടെന്നും സംശയത്തിന്റെ ആനുകൂല്യത്തിലാണ് P മോഹനനെ വിട്ടയച്ചതെന്നും ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. മാസ്റ്റർ ബ്രെയിൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിഷ്ഠൂരമായ ഈ കൊലപാതകം ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർക്ക് യഥാർത്ഥ പങ്കുള്ള വ്യക്തിയാണ്. സംശയത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് മാത്രം കോടതിയിൽ നിന്ന് വിട്ടുപോയതാണ്. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞ രമയുടെ നീക്കത്തെ ഞങ്ങൾ സർവാത്മന പിന്തുണയ്ക്കുന്നു. കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ പൈശാചികമായ പാർട്ടി തലത്തിൽ നടന്ന ഒരു ആസൂത്രിത കൊലപാതകമാണ് TP ചന്ദ്രശേഖരൻ്റേത്. ആ കൊലപാതകത്തെ വഴിതിരിച്ചു വിടാൻ മാർക്സിസ്റ്റ് പാർട്ടി ബോധപൂർവമായ ധാരാളം ഇടപെടലുകൾ നടത്തുകയുണ്ടായി. കൂത്തുപറമ്പ് പാർട്ടി ഓഫീസിലെ സെക്രട്ടറി ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വടകര പോലീസ് സ്റ്റേഷനിൽ ഇന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നടത്തിയ നാടകം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അങ്ങനെയാണ് അന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു കൊണ്ടുപോയത്. ഒരുപക്ഷെ ആ ബാബുവിനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ശരിയായ തെളിവുകൾ പുറത്തു വന്നേനെ. ഇപ്പോഴും TP ചന്ദ്രശേഖരൻ കേസിലെ മുഴുവൻ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ പ്രതികൾ പൂർണ്ണമായ നിയമം വിധിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ മാസ്റ്റർ ഈ വിധിയെ സ്വാഗതം ചെയ്തത് തന്നെ ഈ കേസിൽ അവർക്കുള്ള പങ്ക് വ്യക്തമാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഒളവണ്ണ പഞ്ചായത്തിൽ ബഡ്സ് സ്കൂളിന്റെയും ഹോമിയോ ഡിസ്പെൻസറിയുടെയും നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ കെട്ടിടം തറക്കല്ലിടലും ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം പ്രവൃത്തി ഉദ്ഘാടനവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമായി മാറുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സാമൂഹ്യനീതി വകുപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്നും ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോടൊപ്പം സമൂഹത്തിന്റെ മനോഭാവത്തിലും മാറ്റം വരണമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷിത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ ഉത്തരവാദിത്തമല്ല, അത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമായി തന്നെയാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിന്റെ മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ് മുദ്രാവാക്യം. നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് ശ്രദ്ധാപൂർവം ജാഗ്രതയോടുകൂടി നാം ഏവരും കൈകോർത്ത് പിടിച്ച് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തം നിലയ്ക്ക് നിറവേറ്റുന്നതിൽ പരിമിതികൾ ഉണ്ട് എന്ന് നമുക്കറിയാം.
ആ പരിമിതികൾക്കപ്പുറത്തേക്ക് വളരാൻ അവർക്ക് വേണ്ടുന്ന സഹായവും പ്രോത്സാഹനവും പരിശീലനവും എല്ലാം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇരിങ്ങല്ലൂർ അമ്മത്തൂർ നാലാഞ്ചിറ താഴം മാടേനിക്കാവിന് സമീപം നടന്ന ചടങ്ങിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാരുദി അധ്യക്ഷയായിരുന്നു. PTA റഹീം MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി ബി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP സൈദാലി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ M സിന്ധു, P മിനി, P ബാബുരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ രവി പറശ്ശേരി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതിന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് കോഴിക്കോട് കോർപ്പറേഷൻ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ എരഞ്ഞിക്കൽ പുത്തൂർ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവർക്കും ആരോഗ്യമെന്ന കോഴിക്കോട് നഗരസഭയുടെ ആരോഗ്യ നയം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി കോർപ്പറേഷന്റെ 7ാമത്തെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാണ് എരഞ്ഞിക്കലിൽ ഉദ്ഘാടനം ചെയ്തത്. സെന്ററിന്റെ ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. നഗരവികസനത്തിന്റെ സമഗ്രത ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ ജനകീയ ചർച്ചകളും സംവാദങ്ങളിലും നടത്തി ഇവിടെ ഏറ്റവും ഫലപ്രദമായ തീരുമാനങ്ങളാണ് കോർപ്പറേഷൻ നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ നഗരത്തിൻ്റെ വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നല്ലൊരു ജനജീവിതം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരിക്കലും അവഗണിക്കാനാവാത്തൊരു മേഖലയാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ചടങ്ങിൽ മേയർ M ബീന ഫിലിപ്പ് അധ്യക്ഷയായിരുന്നു. ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൗൺസിലർമാരായ VP മനോജ്, EP സഫീന, SM തുഷാര, MK മഹേഷ്, VK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൃഷിയിലും പുരാവസ്തു ശേഖരത്തിലും തിളങ്ങി കിഴക്കോത്ത് പഞ്ചായത്ത് എളേറ്റിൽ വട്ടോളി മാളിയേക്കൽ മുഹമ്മദ്. പച്ചക്കറി പഴവർഗ കൃഷിയോടൊപ്പം പുരാവസ്തു ശേഖരത്തിലും മികവ് കാണിച്ചാണ് മുഹമ്മദ് വ്യത്യസ്തനാകുന്നത്. ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് എക്സിബിഷൻ കണ്ട സമയത്ത് തുടങ്ങിയ ആഗ്രഹമാണ് മുഹമ്മദിനെ പുരാവസ്തുവിലേക്ക് നയിച്ചത്. അന്നു മുതൽ കയ്യിൽ കിട്ടുന്നതെല്ലാം ശേഖരിച്ച് ഇപ്പോൾ 2 മുറികളിൽ വെച്ചാൽ തികയാത്ത അവസ്ഥയാണ്. വെള്ളിക്കോൽ, മഞ്ചൽ, മെതിയടി, ആനത്തൊട്ടി, ആനമണി, റേഡിയോ, ഗ്രാമഫോൺ, റെക്കോർഡ് പ്ലെയർ, നാണയങ്ങൾ, 5 പരം പെട്രോമാക്സുകൾ, റാന്തൽ വിളക്ക്, ടോർച്ച്, തൂക്കുവിളക്ക് എന്നിവയും ശേഖരത്തിലുണ്ട്. ഫ്രൂട്ട്സ് വിഭാഗത്തിൽ മാംഗോസ്റ്റിൻ, ബട്ടർ റംബൂട്ടാൻ, മുള്ളൻചക്ക, പച്ചക്കറി വിഭാഗത്തിൽ തക്കാളി, വെണ്ട, പയർ, വഴുതിന, പപ്പായ, തേൻ വിഭാഗത്തിൽ ചെറുതേൻ, വലുതേൻ എന്നിവയും പോത്ത്, മൂരി എന്നിവയും മുഹമ്മദിൻ്റെ പക്കലുണ്ട്. പുരാവസ്തു നിങ്ങൾ ഇവിടെ തന്നെ കാണാം. മഞ്ചൽ, പഴയ മഞ്ചൽ, പിന്നെ പെട്രോമസ്, ആനയുടെ മണി, തോട്ടി, പിന്നെ മെതിയടി, റേഡിയോകൾ, പിന്നെ ഇത് ഗ്രാമഫോണ്, ഇതെല്ലാം എൻ്റെ ഇതിലുണ്ട്. സ്കൂളിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ 2 ക്ലാസ് റൂം വേണം ഈ സാധനങ്ങൾ പ്രദർശിപ്പിക്കാൻ. വിവിധ സ്ഥലങ്ങളിൽ മധുരനാരങ്ങ കടകളിലെത്തുമ്പോൾ മുഹമ്മദിൻ്റെ വീട്ടിൽ തന്നെ മധുരനാരങ്ങ സുലഭമാണ്. ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്ത് ആവശ്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മുഹമ്മദ് ഖാനെ സമീപിക്കുക. ന്യൂസ് ബ്യൂറോ, നരുക്കിനി. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഊട്ടുകുളം പുളിക്കുംപറമ്പത്ത് താഴം റോഡ് നാടിന് സമർപ്പിച്ചു. റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഊട്ടുകുളം പുളിക്കുംപറമ്പത്ത് താഴം റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. ഈ സാമ്പത്തിക വർഷം റോഡ് നിർമ്മാണത്തിന് മാത്രമായി 86 ലക്ഷം രൂപയാണ് MLA ഫണ്ടിൽ നിന്നും വിനിയോഗിച്ചതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 7-6 മുതൽ ആരംഭിക്കുന്ന ഊട്ടുകുളം റോഡ്, ആ റോഡിന് ഈ ഇനത്തിൽ 7 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ അവർ ഞാൻ അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മുന്നോണി തേനാടത്ത് റോഡ് 6 ലക്ഷം, ഊട്ടുകുളം അരിപ്പൊയിൽ റോഡ്, അത് എനിക്ക് തോന്നുന്നു ഈ വാർഡ് തന്നെയാണ് തോന്നുന്നത്. അത് കുറച്ച് കൂടിപ്പോയി തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരം ലഭിക്കുമ്പോഴാണ് നാട് നന്നാവുക. ആ നാട് നന്നാക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങളിൽ ഒരു പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള എന്റെ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൗരി പുതിയോത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീന ചെറുവത്ത്, മെമ്പർ സബിത ഫിദൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വാർഡ് മെമ്പർ P ദിനേശൻ, വാർഡ് വികസന സമിതി കൺവീനർ OV സിബി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നോർക്കയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് കോഴിക്കോട്ട് പ്രവർത്തനം തുടങ്ങി. വിദേശ തൊഴിൽദാതാക്കളുമായി നേരിട്ട് അഭിമുഖം, അന്താരാഷ്ട്ര അഭിമുഖങ്ങളിൽ പങ്കെടുക്കാനുള്ള പരിശീലനം തുടങ്ങിയവ സെന്ററിലൂടെ ലഭിക്കും. സെന്ററിന്റെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. സുരക്ഷിത കുടിയേറ്റം ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിലുള്ള നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ പുതിയ കേന്ദ്രം കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. റാംമോഹൻ റോഡിലെ CM മാത്യു സൺസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. നോ നോ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയട്ടെ. അപ്പൊ ഒരു നോ, സോറി എന്ന് പറഞ്ഞാൽ തന്നെ നോ ആയി ആ സന്ദർഭം അനുസരിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളും കൂടി ന്യൂആൻസസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയും. അതിന്റെ കൊച്ചു കൊച്ചു നമുക്ക് പ്രത്യേകതകളുണ്ട്. അതുകൂടി സാധാരണ ഭാഷയിലാണ് ഇത് ഏറ്റവും അധികം വരിക. ഒരുപക്ഷെ എഴുത്തിൽ ഇത്രയൊന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു മനുഷ്യരോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് രോഗികളായവര്, പ്രായമായവര്, അതിനൊരു മനഃശാസ്ത്രമുണ്ട്. ആ മനഃശാസ്ത്രം ഓരോ ഭാഷയിലും ഓരോ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ സെന്റൻസുകൾ നമ്മൾ എടുത്ത് ഉപയോഗിക്കുക. ലാംഗ്വേജ് ലാബിന്റെ ഉദ്ഘാടനവും ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. NFL പറയുന്നത് സങ്കല്പം മാത്രമാണ്. വിദേശ ഭാഷാ പഠനം മാത്രമല്ല, ജോലി സാധ്യതയുള്ള സ്കില്ലുകൾ വളർത്തിയെടുക്കാനുള്ള സ്കില്ലിംഗ് സെന്ററായിട്ട് കൂടി ഇതിനെ പരിഗണിപ്പിക്കും. നോർക്ക റൂട്ട്സ് CEO ഹരികൃഷ്ണൻ നമ്പൂതിരി, വാർഡ് കൗൺസിലർ PK നാസർ, ഹോം ഒതന്റിക്കേഷൻ ഓഫീസർ സുഷമ ഭായി S എന്നിവരും സംസാരിച്ചു. നോർക്ക റൂട്ട്സ്, സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, NIFL പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. സെന്ററിന്റെ 3ാമത് കേന്ദ്രം കോട്ടയത്തും ഉടൻ പ്രവർത്തനം തുടങ്ങും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാമനാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണം നടത്തി. കുട്ടികളും ട്രാഫിക് നിയമങ്ങളും എന്ന വിഷയത്തിൽ ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ജോൺസൺ ക്ലാസ് എടുത്തു. സബ് ജഡ്ജ് MP ഷൈജൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും ട്രാഫിക് പോലീസും ചേർന്ന് രാമനാട്ടുകര ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കുട്ടികളും ട്രാഫിക് നിയമങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണം നടത്തി. സബ് ജഡ്ജ് MP ഷൈജൽ ഉദ്ഘാടനം ചെയ്തു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണത്തിന് കാരണക്കാരായിരിക്കുന്ന അമ്മയോട് അച്ഛനോട് പറയാം, നീ എങ്ങാനും ഈ ഭ്രൂണമാണോ പെണ്ണാണോ എന്നറിയാൻ വേണ്ടി സ്കാനിംഗ് സംവിധാനം എല്ലാം ഉപയോഗിച്ച നിന്നെ പിടിച്ച് ഇടുമെടി എന്ന് പറയുന്ന നിയമനിർമ്മാണം യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭ്രൂണത്തെയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭ്രൂണത്തെ നിയമം സംരക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നും. അങ്ങനെ ആ ഭ്രൂണം 10 മാസം പൂർത്തിയാകുമ്പോ സംഗീതാത്മകമായ വല്ലാത്ത മനോഹരമായ നിമിഷമുണ്ട്, മാതൃത്വത്തിന്റെ നിമിഷമുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോ വീണ്ടും നിയമ സംവിധാനം പറയുന്നു, കുഞ്ഞിനെ ഒരുപാട് അവകാശമുണ്ടെന്ന് നിയമം സംസാരിക്കുന്നത്. ആധുനിക
ലോക സംസ്കാരം നമ്മളെ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. മുലയോട്ടിൽ കൊടുത്ത ഭംഗി നഷ്ടപ്പെട്ടു പോകുമെന്ന വ്യാജമായ ചിന്തകളുള്ള ആളുകളുണ്ട്. അങ്ങനെയെല്ലാം സപ്പോസ് ദാറ്റ് ചൈൽഡ് ഹാപ്പൻസ് ടു ഡൈ ഡ്യൂ ടു നോൺ ബ്രസ്റ്റ് ഫീഡിംഗ്. PTA പ്രസിഡന്റ് എം സമീഷ് അധ്യക്ഷനായിരുന്നു. ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ AJ ജോൺസൺ ക്ലാസ് എടുത്തു. CK ഗണേശൻ, M യാസിർ, ഓട്ടോ ഡ്രൈവർ PP സൽമാൻ എന്നിവരെ ആദരിച്ചു. ഫറോക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ സാജു K എബ്രഹാം, ഫറോക്ക് SI RS വിനയൻ, എയ്ഡ് പോസ്റ്റ് SI M രാജശേഖരൻ, പ്രധാനാധ്യാപിക M ഷൈജ, PM അജ്മൽ, ജലീൽ ചാലിൽ, P പ്രദീപ് കുമാർ, M സുഗതൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തീവണ്ടി യാത്രാ ദുരിതത്തിന് കേരളത്തിലെ MP-മാരുടെ യോഗം പരിഹാരം കാണണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഈ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് MP-മാർക്കും റെയിൽവേ ഉന്നതാധികാരികൾക്കും നിവേദനം സമർപ്പിച്ചതായി C ചാക്കുണ്ണി പറഞ്ഞു. ഫെബ്രുവരി 21-നും 22-നും പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിൽ റെയിൽവേ വിളിച്ചു ചേർത്ത MP-മാരുടെ വാർഷിക പൊതുയോഗത്തിൽ തീവണ്ടി യാത്രാ ദുരിതം പരിഹരിക്കാൻ ഉതകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ കേരള ഘടകം യോഗത്തിൽ ആവശ്യപ്പെട്ടു. വന്ദേ ഭാരത് മൂലം മറ്റ് തീവണ്ടികൾ മണിക്കൂറുകളോളം വഴിയിൽ പിടിച്ചിടുന്നത് ഒഴിവാക്കുക, പരശുരാം ഉൾപ്പെടെ തിരക്കുള്ള വണ്ടികളിൽ കൂടുതൽ ജനറൽ കോച്ചുകൾ ഏർപ്പെടുത്തുക, ബാംഗ്ലൂരിൽ നിന്നും മംഗലാപുരം വഴി കണ്ണൂരിലെത്തുന്ന വണ്ടി, ബാംഗ്ലൂർ കോയമ്പത്തൂർ ഡബിൾ ഡക്കർ, മംഗലാപുരം ഗോവ വന്ദേ ഭാരത് തുടങ്ങി മണിക്കൂറുകളോളം വെറുതെ കിടക്കുന്ന തീവണ്ടികൾ കോഴിക്കോട്ടേക്ക് നീട്ടുക, കേരളത്തിലോടുന്ന തീവണ്ടികളിലെ കാലപ്പഴക്കം ചെന്ന കോച്ചുകൾക്ക് പകരം പുതിയ കോച്ചുകൾ അനുവദിക്കുക, ലോക്കോ പൈലറ്റ്, RPF, GRP, ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷൻ ഉന്നത അധികാരികൾക്കും കേരളത്തിലെ മുഴുവൻ MP-മാർക്കും ഇമെയിൽ വഴി നിവേദനം അയച്ചതായും വർക്കിംഗ് ചെയർമാൻ C ചാക്കുണ്ണി പറഞ്ഞു. ദിവസവും പരശുരാം എക്സ്പ്രസിൽ 1-2 സഹോദരികൾ കൊഴിഞ്ഞ വീണ അവസ്ഥയുള്ളത്. ഇത് ഇന്നലെ ആരംഭിച്ചതല്ല. പുതിയ വണ്ടി ആരംഭിക്കുന്നതോടൊപ്പം കോയമ്പത്തൂരും മംഗലാപുരത്തും വന്നു കിടക്കുന്ന മണിക്കൂറോ വന്നിടുന്ന വണ്ടികളെ എക്സ്റ്റെൻഡ് ചെയ്താൽ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. റെയിൽവേ വിചാരിക്കുകയാണെങ്കിൽ ഇതിന് പരിഹാരം കാണാൻ 24 മണിക്കൂറിന് കഴിയും. കാരണം 2 കമ്പാർട്ട്മെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ, പരശുരാമിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിന് പരിഹാരം ഉണ്ടാവും ജനശാബ്ദിയിലൊക്കെ. കേരള റീജിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK അയ്യപ്പൻ അധ്യക്ഷനായിരുന്നു. ആന്ധ്ര തെലങ്കാന കൺവീനർ ഡോക്ടർ KS ജോൺസൺ, കേരള റീജിയൻ വൈസ് പ്രസിഡന്റ് MV കുഞ്ഞാമു, കൺവീനർമാരായ സൺഷൈൻ ഷൊർണൂർ, TP വാസു, PI അജയൻ എന്നിവരും സംസാരിച്ചു. CC മനോജ്, PP ശ്രീരസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് അത്ലറ്റ് ഫിസിക് അലയൻസ് സംഘടിപ്പിക്കുന്ന മിസ്റ്റർ സൗത്ത് ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 22-23 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. ആന്ധ്ര, തെലങ്കാന, പോണ്ടിച്ചേരി, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ നിന്നായി 300ഓളം താരങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഏകദേശം 300ഓളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. 42ഓളം കാറ്റഗറീസ് ഉണ്ട്. അതിൽ 12ഓളം ടൈറ്റിൽ വിന്നേഴ്സും ഉണ്ടാവും. സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഇത്രയും വലിയൊരു ഹോളിലും ഇത്രയും നല്ല മെഡലും ട്രോഫിയും എല്ലാം കൂടെ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ബോഡി ബിൽഡിംഗ് സംഘടന ഒരു പരിപാടി നടത്തുന്നത്. പിന്നെ വുമൺസിന് 3 കാറ്റഗറി ഉണ്ട്. ഒരു ലേഡീസിൻ്റെത്, അതേപോലെ സ്റ്റാർ കാറ്റഗറി അംഗവൈകല്യമുള്ള ആളുകൾക്കുള്ളൊരു കാറ്റഗറി ഉണ്ട്. പിന്നെ ഫുള്ള് ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളായിട്ടുള്ള ഫിസിക്കും എല്ലാം കൂടെ പോകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ 50ാം ഡിവിഷനിൽ സമഗ്ര സൗജന്യ കുടിവെള്ള പദ്ധതി ആരംഭിച്ചു. കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. കോഴിക്കോട് കോർപ്പറേഷൻ 50ാം ഡിവിഷനിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന സമഗ്ര സൗജന്യ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു പദ്ധതി, അമൃത് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവർക്കും കുടിവെള്ളം എന്നുള്ള ലക്ഷ്യത്തിലാണ് അമൃത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. സൗജന്യമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
അപ്പോൾ അതിൽ വരുമാനം കൃത്യം 2 ലക്ഷം രൂപ രേഖാമൂലം വരുമാനമുള്ളവർക്ക് മാത്രമാണ് ചെറിയൊരു തുക നമ്മൾ ഈടാക്കുന്നത്. കോർപ്പറേഷൻ 1700 രൂപ. ബാക്കി എല്ലാവർക്കും സൗജന്യമാണ്. അതിൻ്റെ അർത്ഥം 99% പേർക്കും നമ്മുടെ വാർഡിൽ ഇത് സൗജന്യം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 33% ഫണ്ട്, കോർപ്പറേഷൻ്റെ 34% ഫണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ 33% ഫണ്ട്, അങ്ങനെ 3 പേരും കൂടി ചേർന്നാണ് ഈ അമൃത് പദ്ധതി നടപ്പിലാക്കുന്നത്. പേരോത്ത് പ്രകാശൻ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കൊല്ലരത്ത് സുരേശൻ, ഡിവിഷൻ കൺവീനർ KC അനൂപ്, T അഹമ്മദ് കബീർ, ലോകേശൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. PKCICS ആർട്സ് ആൻഡ് സയൻസ് കോളേജും കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാർ ഫെബ്രുവരി 21-22 തീയതികളിൽ കോളേജിൽ നടക്കും. ട്രാൻസ്ഫോർമേറ്റീവ് റീഫോംസ് ഇൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. കാലിക്കറ്റ് ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റിയാണ് കഴിഞ്ഞ 46 വർഷങ്ങളായി മാനസികമായും ശാരീരികമായും വൈകല്യങ്ങളുള്ള ചെറുപ്പക്കാരെ വിദ്യാഭ്യാസം കൊടുക്കുകയും അവരെ ജീവിതത്തിലേക്ക് വഴി നടത്താൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസവും ട്രെയിനിങ് കൊടുത്ത് എക്യുപ്പെടാക്കുന്ന ഒരു സ്ഥാപനമാണ്. ഏതാണ്ട് 13 സ്ഥാപനങ്ങൾ ഈ കാലിക്കറ്റ് ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റിയുടെ കീഴിലുണ്ട്. കൊളത്തറയിൽ 9 സ്ഥാപനങ്ങൾ, 3 സ്ഥാപനങ്ങൾ മാത്രയിലെ ക്യാമ്പസിലുണ്ട്. ISRO മുൻ ചെയർമാൻ ഡോക്ടർ G മാധവൻ നായർ ദ്വിദിന സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ മേധാവിയായിരുന്ന TP ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തും. സെമിനാറിൽ 5 വിഷയങ്ങളിലായി രാജ്യത്തെ പ്രശസ്തരായ അക്കാഡമിക് വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ദ്വിദിന സെമിനാർ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം 2020 കുറിച്ചുള്ള അവബോധം വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടവർക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിസ്മയം കോളേജ് ഓഫ് ആർട്ട് ആൻഡ് മീഡിയ സിൽവർ ജൂബിലി ആഘോഷങ്ങളിലേക്ക്. ഫെബ്രുവരി 22 ജൂബിലി ഹാളിൽ നടക്കുന്ന വിശിഷ്ട 2024 ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് തുടക്കമാകും. സംഗീത വിരുന്ന്, പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം, കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. വരുന്ന 22-ാം തീയതി ജൂബിലി ഹാൾ വെച്ചിട്ട് വിശിഷ്ട 2024 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമോട് കൂടിയിട്ട് നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങാണ്. വിശിഷ്ട എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആനുവൽ ഡേ സെലിബ്രേഷന്റെ പേരാണ്. എല്ലാ വർഷവും നടത്താറുള്ളതാണ്. ഈ വർഷം നമ്മൾ ഈ 25th ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അന്ന് 25 വർഷമായി നമ്മുടെ കോളേജിൽ പഠിച്ചു പോയ ഒത്തിരി സ്റ്റുഡൻസ് വരുന്നുണ്ട്, പഴയ അലുമിനീസ് വരുന്നുണ്ട്, അതുപോലെ പഴയ സ്റ്റാഫ് മെമ്പേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ വരുന്നുണ്ട്. അവിടെ ഒരു ഗെറ്റ് ടുഗദർ കൂടിയാണ്. ആ പ്രോഗ്രാമിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊരു സംഗീത വിരുന്നും പിന്നെ അതുപോലെ ഇപ്പോഴത്തെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. ആക്ച്വലി നമ്മുടെ ഈ ഒരു സിൽവർ ജൂബിലി ആഘോഷം ഈ 22nd വിശിഷ്ടയോടുകൂടി ഒതുങ്ങുന്നില്ല, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ നമ്മുടെ അക്കാഡമിക് തലത്തിലുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ 25th സെലിബ്രേഷൻ ഉദ്ദേശിക്കുന്നത്. എൻട്രൻസ് കോച്ചിങ് എടുക്കുകയാണെങ്കിൽ 99% കൂടുതൽ +1-നോ +2-നോ മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ₹1 പോലും കോഴ്സ് ഫീ അടയ്ക്കാണ്ട് ഈ കോച്ചിങ് അറ്റൻഡ് ചെയ്യാം. അതായത് പൂർണ്ണമായിട്ടും ഫീ സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എത്ര കുട്ടികളാണെങ്കിലും ശരി അവരൊക്കെ അഫോർഡ് ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. TP കേസിലെ മാസ്റ്റർ ബ്രെയിൻ മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതിന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് കോഴിക്കോട് കോർപ്പറേഷൻ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കൃഷിയിലും പുരാവസ്തു ശേഖരത്തിലും തിളങ്ങി കിഴക്കോത്ത് പഞ്ചായത്തിലെ മാളിയേക്കൽ മുഹമ്മദ്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.